നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഷാഗൻ, നമ്മുടെ PSC സമരം തീർന്നു. LPS അവരുടെ റാങ്കിൽ എന്തായിരുന്നു വിഷയം? അവരുടെ ഈ LP സ്കൂൾ അസിസ്റ്റന്റുമാരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിയമനമില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. കാരണം ഇതിന് സർക്കാർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കുട്ടികളില്ല എന്നുള്ളതാണ്. കുറഞ്ഞു വരുവാണ്. അപ്പം 30-1 എന്നുള്ളതായിരുന്നു അനുവാദം നേരത്തെ ഉള്ളത്. 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്നുള്ളത്. അത് 25-ലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. അത് ഈ 25-30 പറയുമ്പോൾ ഒരു ക്ലാസ്സിലല്ല, ഒരു സ്കൂളിലെ കഥയായി പറയുന്നത്. ഒരു LP സ്കൂളിൽ 1 തൊട്ട് 4 വരെ ഉള്ളിടത്ത് 5 കുട്ടികൾ 10 കുട്ടികൾ പോലും തികച്ചെടുക്കാനില്ല ഒരു സ്കൂളിലും. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു രീതി. പണ്ടെന്താണ്, നമ്മൾ നേരെ അരിയിൽ എഴുതുന്നു, നേരെ നിലത്തെടുത്ത് പഠിക്കുന്നു, അത് കഴിഞ്ഞ് നേരെ 1, 2, 3 പോകുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഈ പറയുന്ന KG ഒന്നുമില്ല, LKG UKG ഒന്നുമില്ല. ഇപ്പൊ നേരെ തിരിച്ചല്ലേ. ഇപ്പൊ പ്ലേ സ്കൂളിലോട്ട് നേരെ കൊണ്ടങ്ങ് വിടുകയാണ്. ഒരു 3 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് പ്ലേ സ്കൂളിൽ വിടും. അവിടുന്ന് കയറി പോയി അവിടുന്ന് വരെ +2 കഴിഞ്ഞിട്ട് ആണ് അവർ ഇറങ്ങുന്നത് CBSE സ്കൂളിൽ. പിന്നെ കുട്ടികളില്ല. വാസ്തവത്തിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള സമരം നടത്തുന്ന പിള്ളേരോട് ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത്, ഞാൻ അവർക്കെതിരല്ല എങ്കിൽ പോലും, നിങ്ങളുടെ പിള്ളേരെ ഇവിടെ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ പിള്ളേരെ, അവർ കുഞ്ഞുങ്ങളെ കാണത്തില്ലായിരിക്കും. കാരണം എല്ലാ വീടുകളും മനുഷ്യർ മക്കളെ കൊണ്ടുവിടുന്ന എയ്ഡഡ് സ്കൂളിലാണ്, അൺഎയ്ഡഡ് സ്കൂളിലാണ്. അതെ, അങ്ങനെയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് വിദ്യാർത്ഥികൾ കുറയുന്നത്. അതായത് ഏറ്റവും നമ്മൾ പറയുന്ന ഇപ്പൊ ഈ അതിദരിദ്രരില്ലാത്ത കേരളമാണ് പിണറായിയുടെ കാഴ്ചപ്പാട്. നമ്മൾ നോക്കുന്നിടത്തല്ല ഉണ്ട്. കഴിഞ്ഞ ദിവസം രസകരമായ സംഭവം നടന്നറിഞ്ഞായിരുന്നു. അവിടെ മല്ലപ്പള്ളിയിൽ കാടാമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അർജുൻ ആയങ്കിയെ തിരക്കി ഒരു ഉന്നതിയിൽ പോലീസിന്റെ റെയ്ഡ് നടന്നു. അപ്പോൾ അതിനകത്തൊരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ ഇവർ റെയ്ഡ് നടത്തി. ഉന്നതിയായിരുന്നു നേരത്തെ ഊര്. അപ്പൊ ഇതിനകത്ത് റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റെയ്ഡിനെതിരെ ഭയങ്കര പ്രതിഷേധം. നമ്മുടെ രാജു എബ്രഹാം CPM ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൽകുമാറും ഒക്കെ അവിടെ പോയിന്ന് ഈ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയങ്കര പ്രസംഗമാണ്. വലിയ കോമഡി ഉണ്ട്. ഈ വീടിന് കഥകില്ല, ജനലിലും കഥകില്ല, ഫ്രണ്ടിലും കഥകില്ല. ലോക്കൽ സെക്രട്ടറിയാ, ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അപ്പൊ ഇതിന് അതിദരിദ്രം ഇല്ലാത്ത കേരളം പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പോലും നല്ല വീടില്ല, അടച്ചുറപ്പില്ലാത്ത ഒരു വീടാണ്. ഇപ്പോ ഇവര് കൊണ്ടുവന്ന് ഇത് വിട്ട് വലിയ കാര്യത്തെ ഇട്ടു. പണ്ട് ശിവകുട്ടി വന്നിട്ടതുപോലെ, ശിവകുട്ടി ഓർക്കുന്നുണ്ടോ, നമ്മുടെ ഈ ജയിലായ വീട് സന്ദർശിച്ചപ്പോൾ ആ വീടിനെ ഇതേ സെയിം അനുഭവം ഇവിടെ ഉണ്ടായി. ഇതിന്റെ അടി മുഴുവൻ തെറി. എന്ത് വേണേ നിങ്ങൾ ഇത്രയും വർഷം ഭരിച്ചിട്ട്. എന്തായാലും ഈ പിള്ളേരുടെ സമരം തീർന്നു. അതിൽ ഏറ്റവും നാണം കെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഈ റഹീമിനെ പോലുള്ള സനോജ് റഹീം പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ പിന്തുണ പ്രഖ്യാപിക്കാൻ പോയവന്മാര് PSCയിലെ ഈ ക്രമക്കേടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല, പിൻവാതിൽ നിയമനത്തെ കുറിച്ച് ഒരു അക്ഷരമില്ല. ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് എന്നിട്ടതാണ്. അതെ, സർക്കാർ 14 മാസം മുമ്പ് ഇവരുടെ കാലത്തിട്ട റാങ്ക് ലിസ്റ്റിലെ ഇവരാളെ നിയമിക്കാത്തത് കൊണ്ടാണല്ലോ. അത് മാത്രമല്ല, ഇത് ഈ 3 മാസം ഇതിന്റെ കാലാവധി നീട്ടിക്കൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇവിടെ സമരം ചെയ്യാനിരിക്കുന്നത്. അതില്ല, എണീറ്റ് പോകണ്ട. ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു കുട്ടി വന്നിട്ട്, ഒരു കുട്ടിയല്ല, ഒരു യുവതിയാണ്, ടീച്ചറാണ്, റോജി M. ജോണിന്റെ മുമ്പ് ഇന്ന് കരയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഞാൻ 1ാം റാങ്കിലുള്ള ആളാണ്. 5 പേരുടെ വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഒന്നെടുക്കുമോ? ഉള്ളതല്ല, ഇവർ കൊണ്ടുപോയില്ലേ, ഇവർ കൊടുത്തില്ലേ, ഇവരുടെ ആൾക്കാർ കൊണ്ടുകൊടുക്കൂല്ലേ? അതെ, അത് മാത്രമല്ല 86 എണ്ണത്തിന് പിന്നെ വെള്ളാപ്പള്ളി തലവേസിന് കൊടുത്തിട്ടുണ്ട് കോളേജിൽ. അത് രസം എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നല്ലോ, ഇന്റർവ്യൂ നടക്കും. സംഭവം ശരിയാണ്. അപ്പൊ പുനലൂർ രസം കോളേജിൽ ആകെ എല്ലാ ഡിഗ്രിക്കും PGക്കും എല്ലാം കൂടെ 89 പേരെ ആകെ പഠിക്കാനുള്ളൂ. അവിടെ ഉണ്ട് വേക്കൻസി, അവിടെയും കൊടുത്തിട്ടുണ്ട് വേക്കൻസി. അതാണ് രസം. ഇപ്പൊ തന്നെ 123 അധ്യാപകർ SN കോളേജിന് SN ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജ് അധികമാണ്. അവിടേക്കാണ് ഈ 86 പേരെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്, ഇയാള് വെള്ളാപ്പള്ളി നടേശം 1,10,00,000 രൂപ വെച്ച് വാങ്ങിച്ചു. ഇത് അവരുടെ പോയി. കാരണം ഇത് അയാൾ നിയമന ഉത്തരവും കൊടുത്തു. ഇനി ഇത് അംഗീകാരം കൊടുക്കേണ്ട സർക്കാർ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങേരോട് ചെന്ന് പൈസ വയ്ക്കും. അങ്ങേര് പറയും, നിങ്ങളെ ചെന്ന് കോടതിയിൽ വല്ലതും പോക്കോ, ഞാൻ പൈസ ജോലി തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, ശമ്പളം വേണേ നിങ്ങൾ മേടിച്ചോണ്ടോ എന്ന് പറയും. ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ 1 കോടി കാശ് പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നിടത്താണ്. അല്ല, ഞാൻ ഇവന്മാരുടെ നാണം കെട്ട്, എന്നെ ഏറ്റവും അതിശയിക്കുന്നത് ഇവന്മാരുടെ നാണം കെട്ട് അവിടുത്തെ പ്രകടനം. അത് മാത്രമല്ല, ഈ കാസർഗോഡ് ഒരു ട്രാൻസ്ഫർ, ഒരു മരണം, കാസർഗോഡും ഉണ്ട്, കണ്ണൂരില്. കാസർഗോഡ് ഒരു ആശാലത എന്ന് പറഞ്ഞൊരു ക്ലർക്കാണ് ആത്മഹത്യ ചെയ്തത്. അതായത് മാറ്റിയതെന്നാണ് 2026 മെയ് 12. അത് കഴിഞ്ഞാണ് സർക്കാർ പറഞ്ഞ മെയ് 18. അതായത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സ്ഥലം മാറ്റത്തിന് ഉത്തരവ്. സ്ഥലം മാറ്റം അറിയാം, 4ാം നിലയിൽ നിന്ന് 3ാം നിലയിലോട്ട്, അല്ല 4-ന്ന് 5-ലോട്ട് 5ാം നിലയിലോട്ടാണ്. നോക്കൂ, എന്തൊരു നാണക്കെട്ട വർഗമാണ് ഇവരെന്ന്. ഇത് തന്നെയാണ്
ഒരാൾ കുഴഞ്ഞു വീണു. കണ്ണൂരിൽ ഒരു ദീപയോ ദീപലേഖ, അത് അവർക്കൊരു 52 വയസ്സുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അവരെ ഈ പറഞ്ഞ പോലെ അവരെ നിന്നിടത്തുനിന്ന് അവരെ 4 മാസം മുമ്പാണ് അവരെ മട്ടന്നൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അന്ന് പിണറായി ഭരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അപേക്ഷ പരിഗണിച്ച് കുറച്ചുകൂടി അടുത്തുള്ള മട്ടന്നൂരിലേക്ക് മാറ്റി, പിണറായിലേക്ക് മാറ്റി. ചൊക്കളിയിൽ നിന്ന് പിണറായിലേക്ക് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, സമയം 16 കിലോമീറ്ററേ ഉള്ളൂ. വീട്ടിന്റെ അകത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നോ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഈ ലേഡിക്ക് കാലിനെന്തോ അപകടം പറ്റി. ആയിക്കോട്ടെ, എന്നാലും 16 കിലോമീറ്ററല്ലേ കൊടുത്തിരിക്കുന്നത്. അതെ, അത് മാത്രമല്ല അവര് കുഴഞ്ഞു വീണ് മരിച്ചത് ഇതുകൊണ്ടാണ് നമ്മളെങ്ങനെ പറയാൻ പറ്റുന്നത്? ഈ മറ്റേ അവർ ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വളരെ കഷ്ടമാണ്. അത് CPM എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഭരണമൊഴിഞ്ഞ് മാറി 3 മാസമായി. ഈ പിണറായിയുടെ പിന്നാലെ നടക്കുന്ന അവസാനിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇവർ അവസരം തരുന്നില്ലെന്ന്. ഇത് എന്ത് ചെയ്താലും ഇത് അവിടേക്കാണ് പോകുന്നത്. കാരണം അങ്ങനല്ലേ കയ്യിലിരിപ്പ്. അതുപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. NGO യൂണിയൻകാരന് ഒരു ആനുകൂല്യം വേണ്ടായിരുന്നു കഴിഞ്ഞ 10. അതെ, അവന് ലീവ് സറണ്ടർ വേണ്ടായിരുന്നു, അവന് പിന്നെ DA കുടിശ്ശിക വേണ്ടായിരുന്നു, ശമ്പള പരിഷ്കരണം വേണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ ഈ 2 മാസമായിട്ട് ഇവർക്ക് ഇത് മൊത്തം വേണം. അവരതിനുവേണ്ടി പോരാടാൻ ഇന്നും സമരമായിരുന്നല്ലോ, എല്ലാ ദിവസവും സമരം. അതിൽ ഞാൻ ഇന്ന് രാവിലെയും ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ലേഡി ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഹിന്ദു പ്രതിയോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിങ്ങനെ കണ്ടതാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കഥയാണ്. അവരുടെ ഭർത്താവിന് സുഖമില്ലാതെ അത് അങ്ങനെ വന്നപ്പോൾ അവരത്, ഞാനത് വായിച്ചു, ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു എഴുത്താണ്. ഭർത്താവിന് കാഴ്ച കുറയുന്ന അസുഖമാണ്, ഭർത്താവ് പൂർണ്ണമായ ഒരു അന്ധതയിലേക്ക് പോകും. ഇവർ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ ചെന്നു. ഭർത്താവിന് വയ്യെന്ന് പറഞ്ഞു. ഭർത്താവിന് വയ്യ, ഭർത്താവ് വീട്ടിലില്ലയോ, നിങ്ങളോട് ഭർത്താവിനല്ലേ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇവർ വളരെ ദൂരെ എങ്ങോടെയോ പോയി, വടക്കൻ ജില്ലകളിലെവിടെ അവരവിടെ ജോലി ചെയ്തിരിക്കും. ഇവിടെ ഭർത്താവ് മരിച്ചുപോയി. ഓർക്കണം. എന്നിട്ട് അവർ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര തവണ ആത്മഹത്യ ചെയ്യേണ്ടി വരും. B. അശോകും പ്രശാന്തും ഒക്കെ ഇപ്പൊ എത്ര ആത്മഹത്യ ചെയ്ത് മടുത്തേനെ അവര്. ഏതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഇദ്ദേഹവും ഇപ്പൊ ക്രമസമാധാന പി വിജയൻ രാജ്യവിരുദ്ധ ഭീകര കേസിലാണ് പ്രതിയാണ്. അത് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വ്യാജ നറേറ്റീവ് പിണറായി വിജയനും MV ഗോവിന്ദനും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും കൂടെ വന്നിട്ട് പറയുന്നത് സതീശൻ സർക്കാരിന്റെ കീഴിൽ രക്ഷയൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വിശാഖൻ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ദേശാഭിമാനിമാരുടെ പാർട്ടി ക്ലാസ് മാത്രമുള്ള കാലമല്ല ഇത്. ഈ 10 കൊല്ലം കൊണ്ട് കാലം ഒരുപാട് മാറി, ഇവരറിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞ മറുനാടിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ള അവരുടെ പോളിസി. ഒടുവിൽ ഇവന്മാർ തന്നെ പറഞ്ഞു, ഒരുത്തൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇങ്ങനെ 10 മറുനാടന്മാരെ ചൈനയെ കൊണ്ട് നിർത്തി ആ ഭരണം അട്ടിമറിക്കുമെന്ന് പറഞ്ഞു. അതെ, ഒരു അന്തംഗം എഴുതി. ഇത്തരത്തിലുള്ള മാറ്റം തിരിച്ചറിയാത്തിടത്തോളം കാലം നിങ്ങൾ ഇതിന്റെ പേരിൽ എന്ത് തട്ടിപ്പ് നടത്തിയ, ഒന്നാമതേ അവിടെ ഇരിക്കുന്ന മുഖം പിണറായിയുടേതാണ്. അത് തന്നെ ജനത്തിന് വെറുപ്പാണ്. അക്കൂട്ടത്തിൽ നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും സത്യം എന്താണെന്ന് അറിയാൻ ജനത്തിന്റെ ഒരു താല്പര്യമുണ്ട്. ഓർക്കേണ്ട കാര്യം എപ്പോഴും ഞാൻ ഇവരോട് പറയാറുണ്ട്, സഖാക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ മറുനാടൻ കേൾക്കുന്നത് ഈ സഖാക്കളായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എല്ലാം സർക്കാരിനെ സ്തുതിക്കുന്നതാണ്. മറുഭാഗം എന്തെന്നറിയാം. എനിക്ക് കൃത്യമായിട്ടറിയാം. ഒരു വലിയ CPM നേതാവിൻ്റെ, വനിതാ നേതാവിൻ്റെ മകൻ എന്നോട് പറഞ്ഞത്, അമ്മ 24 മണിക്കൂർ നിങ്ങളുടെ വീഡിയോ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അതായത് ഇതാണ് ഇവിടെ യഥാർത്ഥ അവസ്ഥ. വേറൊരു നേതാവിന്റെ അമ്മായിപ്പൻ. അതെ, അത് ഇംഗ്ലീഷ് പറയുന്ന നേതാവിൻ. അപ്പോൾ നിങ്ങൾ ഈ നുണക്കഥകളിൽ ഇങ്ങനെ അഭിരമിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, ജനം നിങ്ങളെ കൂവിയോടിക്കും. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തത് ജോണിന്റെ മകൾ ജിജിയുടെ പ്രസ്താവനകൾ എനിക്ക് അത് വളരെ, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജിജിയുടെ പ്രസ്താവനകൾ കാണാറുണ്ട്. അത് യാതൊരു ഇല്ലാതെ വളരെ ഒരു സഖാത്തി സംസാരിക്കുന്ന. അപ്പൊ എനിക്ക് ജിജിയോടൊരു സ്നേഹവും സഹതാവും ആദ്യം പോലെ തോന്നിയത് എന്താ വെച്ചാൽ, ഈ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ അതിദയനീയമാണ്. പ്രത്യേകിച്ച് മുതലപ്പുഴയിൽ. ഈ മുതലപ്പുഴയിൽ ഈ ദുരന്തം 70 പേര് മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിൽ. ഈ വിഴിഞ്ഞം പദ്ധതി തുടങ്ങി, വിഴിഞ്ഞം പദ്ധതിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക ഇമ്പാക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. അപ്പോൾ ഇവരിൽ ഒരാൾ കാണാതെ പോകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിൽ ഒരാൾ പോകുന്ന പോലല്ലേ ഉള്ളൂ, നമ്മളിലാവുന്നു. പക്ഷേ എല്ലാ ദിവസവും ഇവര് പിതാവിന്റെ മരണത്തെക്കാൾ അവരെ ആകുലപ്പെടുത്തുന്നത് സർക്കാരിനെയാണ്. VD സതീശനെ അയാൾ, നിങ്ങൾ, എടാ, വാട എന്നൊക്കെ പറയുകയും ചാനലുകളിൽ പോയി നല്ല അച്ചടി ഭാഷ, പാർട്ടി ക്ലാസ്സിൽ കിട്ടുന്ന ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ,
ഇവരുടെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. പിതാവിനേക്കാൾ അവരുടെ താല്പര്യം പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ ഈ കഥ പറഞ്ഞു, തിരിച്ചറിയാമല്ലോ, അത് ആ പ്രകടനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ കഥ പറഞ്ഞു. ഞാൻ ഇന്ന് ചുമ്മാതെ കുറച്ച് ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ ആളുകളുടെ റെസ്പോൺസ് നോക്കും. ഓക്കെ, നമുക്കറിയാം, ഞാൻ പിന്നെ അത് വിട്ടുകൾ, നമ്മൾ ഒരിക്കലും കമന്റിനെതിരെ പറയാനൊന്നും പോകത്തില്ല. മുഴുവൻ ജനങ്ങളും എൻ്റെ നിലപാടിനോട് യോജിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളടക്കം, മത്സ്യത്തൊഴിലാളി പിന്തുണയ്ക്കുന്നവരടക്കം അവരുടെ കുടുംബത്തിൽ ഈ പള്ളിയിൽ അച്ഛന്മാരൊക്കെയുള്ള കുടുംബമാണ്, ഈ ലത്തീൻ സഭയാണല്ലോ. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ പോലും ഇവർ അധിക പ്രസംഗമാണ് നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ മെത്രാൻ പ്രസ്താവന ഇറക്കി, സർക്കാർ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. ഇന്നലെ പ്രസ്ഥാനം ഇറക്കി, ഇന്നലെ വൈകുന്നേരം ഇറക്കി. അത് മാത്രമല്ല, മുമ്പ് ഒരിക്കലും നടത്താത്ത രീതിയിലുള്ള തെരച്ചിൽ അവിടെ നടക്കും. അത് ഇതിൽ എന്താ ചെയ്യുന്നത്? അത് കാണാതെ പോയാൽ കിട്ടാത്ത ഒരു സ്ഥലമാണത്. ഈ മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല അവർക്ക്. അവരെ ഓഗിയുടെ അവിടെ നിന്ന് ഓടിയ ഓർക്കുന്നില്ല. കഷ്ടമാണ് ഈ പൊളിറ്റിക്സ്. ഇതുകൊണ്ടുണ്ടാ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ആ കാണാതെ പോയിരിക്കുന്ന ജോണിനോട് ജനങ്ങൾക്കുള്ള ഒരു താല്പര്യം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ മകൾ രാഷ്ട്രീയം. ഇതിനകത്ത് ഏറ്റവും രസം, എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രതികരണം സതീശന്റെ ആയിരുന്നു. സതീശൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ മാധ്യമങ്ങളിൽ വെച്ച് ഇവര് നിങ്ങളെ രാഷ്ട്രീയമായിട്ട് നേരിടുകയാണ്. അപ്പോൾ പുള്ളി അത് രാഷ്ട്രീയമൊന്നുമല്ല, നമ്മളുടെ കുടുംബത്തിൽ ഒരാൾ കാണാൻ പോയ വേദന നമുക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി, അത് വിവാദമാക്കേണ്ട കാര്യം. അതാണ് സതീശിന്റെ വിടുക്ക്. അത് ചോദിച്ചല്ലേ, സർക്കാരിനോടല്ലാതെ ആരോടാണ് അവർ ചോദിക്കേണ്ടത്? അവര് എന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാ? അവര് മുഖ്യമന്ത്രിയോടാ ചോദിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല. ഞാൻ അവരുടെ വികാരം മനസ്സിലാക്കുന്നത് തീർന്നു, അതവിടെ കഴിഞ്ഞു. അതോടെ ഈ ഇത്രയും ദിവസം ആ പെങ്കൊച്ചവിടെ നിന്ന് ആടിയ നാടകം മുഴുവൻ എല്ലാം അവസാനിച്ചു. CPM തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ഈ നാടകങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ഉണ്ട്. പണ്ട് അവർക്ക് പ്രതികരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ. ഇത് തിരിച്ചറിയാൻ പിണറായി വിജയൻ താനിടുന്ന പോസ്റ്റിന്റെ കമന്റ് മാത്രമായി. പോസ്റ്റ് ഇടുന്നത് പിണറായി അല്ലല്ലോ. പിണറായിക്ക് പോസ്റ്റ് ഇടാൻ അറിയാവോ? പിണറായിക്ക് ഫേസ്ബുക്ക് തുറക്കാൻ അറിയത്തില്ല. ആരെങ്കിലും ഒക്കെ ചെവി മന്ത്രിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ പറയുന്നു. ഇത്രയും കാലമായിട്ടും ഇത് പഠിക്കാതെ നിങ്ങൾ പോകുന്നത് കഷ്ടമാണ്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കിടക്കാം. അത് ടി ജി മോഹൻദാസിനെ ഹീറോ ആക്കി നമ്മൾ രാവിലെ കൊടുത്തത് പറഞ്ഞതുപോലെ ഇന്നലെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ ഒരു കാരണവശാലും റിമാൻഡ് ചെയ്യാൻ പോകുന്നില്ല, അദ്ദേഹത്തിനെ കോടതി ജാമ്യം അനുവദിക്കും. പക്ഷേ ജാമ്യം അനുവദിച്ചു വന്ന ഉത്തരവാണ് ഏറ്റവും ഗംഭീരം. ജാമ്യം അനുവദിച്ചു വന്ന പോലീസിനെ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ചെന്നിത്തലയോട് തന്നെയാണ് പറയുന്നത്, പിണറായി കളിക്കാൻ നിൽക്കരുത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന് വലിയ ഏറ്റവും വലിയ ഉദാഹരണം, കാരണം ഈ പോലീസുകാർ 10 ദിവസമായിട്ടും ഇയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യാനുള്ളത് ഒന്നുമില്ല. നോട്ടീസ് കൊടുത്തിട്ട് പോലും ഇല്ല. അവർ കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? കൊടുക്കാഞ്ഞത് ഇതാണ് കാരണം. ഇത് കൊടുത്താൽ നിലനിൽക്കത്തില്ല. ഇത് എന്ത് പറഞ്ഞു കൊടുക്കും? ഒരാളുടെ അഭിപ്രായം പറഞ്ഞതിന് എന്താ ഭരണഘടനയിലെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് എതിരല്ലേ? ഇനി ഇതിനകത്ത് വേറെ തട്ടിപ്പോട് ഇന്ന് വൈകുന്നേരം എൻ്റെ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ, അതായത് ഇയാളുടെ പ്രസംഗത്തിൽ, ഇയാളുടെ അഭിമുഖത്തിൽ ഇദ്ദേഹം പറഞ്ഞില്ല ഞാനായിരുന്നെങ്കിൽ വെടിവെക്കും. പക്ഷെ അത് ഏക്കാത്തത് കൊണ്ട് അവർ മറ്റൊരു കഥ കൊണ്ടുവന്നു. ബലാത്സംഗം, കൂട്ടബലാത്സംഗം നടത്തുമെന്ന്. യഥാർത്ഥത്തിൽ അങ്ങേര് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് CPM കമ്മ്യൂൺ എന്ന് പറയുന്ന CPM കൺസെപ്റ്റിനെ കുറിച്ച് ഇദ്ദേഹം മറ്റൊരു വീഡിയോ പറയാം. പണ്ട് അന്നാണ് ഇവിടെ പറയുന്നത് അവിടെ കൂട്ടബലാത്സംഗം നടക്കും, പക്ഷേ എന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞ അവിടെ കുറെ പേരുള്ളത് കാരണം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഇതിന്റെ അകത്ത് കണക്ട് ചെയ്ത് പറയുന്ന അങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഫുൾ വീഡിയോ പോലീസ് പരിശോധിച്ചിട്ടില്ല. അപ്പൊ ഇതെന്തിനാ വെച്ചെന്ന് വെച്ചാൽ ഇത് പറഞ്ഞത് മോശമല്ലേ, സ്ത്രീകളെ കുറിച്ച് ഇന്റർവ്യൂ പറഞ്ഞ മോശമല്ലേ, വരുത്താൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ അത് പറഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞിരിക്കുന്നത് മറ്റേതാണ്. അത് അങ്ങനെ ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കുറിച്ചൊന്നും അല്ല, ജനറൽ സ്റ്റേറ്റ്മെന്റാ. എന്ന് മാത്രമല്ല, വിവരക്കേട് പറയാനും നുണ പറയാനും പോലും ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. ഉണ്ടല്ലോ, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ അവന്റെ പേരെന്നാ ആറാട്ടണ്ണൻ. അതെ. പിന്നെ വേറൊരു പയ്യനുണ്ടല്ലോ, അലൻ ജോസ് പെരേര. ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ സെലിബ്രിറ്റികളായിരിക്കും. മറ്റൊരു സ്ത്രീയുണ്ട്, ഒരു വലിയ മാലയൊക്കെ ഇട്ടിട്ട്, കുറെ മാലയൊക്കെ ഇട്ടിട്ട്, നമ്മുടെ നാഗ. എന്താ പച്ചത്തെറിയാ വിളിക്കുന്നത്, ഭയങ്കര തെറി. അതുപോലെ വേറൊരു ഒരു മുസ്ലിം ഒരു ലേഡി ഉണ്ടല്ലോ ഇവിടെ, ഷഫീന ബീവം ഒരു യൂട്യൂബറാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ നാഗ എന്ന് പറഞ്ഞ സ്ത്രീ എല്ലാ വീഡിയോയ്ക്കകത്തും പച്ചത്തെറി മാത്രമല്ല, അവരോട് തെറി പറഞ്ഞ് തെറി കേൾക്കാൻ ഒരുപാട് പേര് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ ഈ ലൈവ് വന്ന് ചോദ്യം ചോദിക്കുകയാണ്. പച്ചത്തെറി, അത് വൃത്തികേട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പൊങ്ങി വന്നു, കഴിഞ്ഞ ദിവസം കണ്ടു അവര്
എന്താണ് സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ഇതിനെ പിന്നെ അതല്ലാതെ എന്നാടാ മറ്റേ മോനെ പറയേണ്ടത്. മാത്രമല്ല അവരെ നായികയാക്കിയ ഒരു സിനിമ വരുന്നുണ്ട് ഇപ്പൊ. നോക്കൂ, അവരെ ഏതൊരു ക്ഷേത്രത്തിലൊരു പരിപാടിക്ക് വിളിച്ചിരിക്കുന്നത് അയാളുടെ അടുത്ത് ബാബുസ്വാമി നൃത്തം ചെയ്യും ബാബുസ്വാമി. അത് തന്നെ ഞാൻ പറഞ്ഞു, ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതെ. ഇപ്പം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഖുറാൻ കത്തിക്കാനും ബൈബിൾ കത്തിക്കാനും അവകാശമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അത് അപ്പൊ നമുക്കതില്ല. കാരണം നമ്മുടെ ഇവിടെ മതം എന്ന് പറയുന്നത് ഇതായത് നമുക്കത് പറ്റില്ല. പക്ഷേ ഞാൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ഞാൻ വെടിവെച്ച് കൊല്ലും എന്ന് അയാൾക്ക് അഭിപ്രായം. നമുക്ക് വിയോജിക്കാം, അയാളെ ട്രോളാം. പക്ഷെ അയാളുടെ പേര് കേസെടുക്കുക, എന്നിട്ട് കേസെടുത്ത ഉടനെ അയാളെ ജയിലിൽ അടയ്ക്കണം, വാശി പിടിക്കുക, എന്നിട്ട് അയാൾ പൂട്ടിയത് പറഞ്ഞ് നടക്കുക. ആയങ്കിയുടെ ബാലൻസ് ചെയ്യാൻ പോയാ ആയങ്കിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ചോദ്യം CPM-ന്റെ ഇടയിൽ നിന്ന് വന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഉടനെ പോയി പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു. അപ്പോഴേ പോയി പിടിച്ചോണ്ട് വന്നു. പക്ഷേ ഇത് അബദ്ധമാണ്. രമേശ് ചെന്നിത്തലയോടും VD സതീശനും പറയാനുള്ള നിയമത്തിന് വഴിക്കപ്പെട്ടു. അൻസിബ പരാതിയായിട്ട് പോയപ്പോൾ അന്തസ്സോട് പറഞ്ഞ് കേസില്ല എന്ന് പറഞ്ഞു. അത്തരത്തിൽ കേസില്ലെങ്കിൽ കേസില്ല. ഇത് കേസല്ല, ഇത് സാമൂഹികമായി നേരിടേണ്ട വിവരക്കേട് കാരണമാണ്. ഇതിപ്പോ പിണറായി വിജയന്റെ കാലത്ത് നമുക്കറിയാം, നമ്മളെ അടക്കം എത്ര പേരെ പിടിച്ചോണ്ട് പോയി കോടതി ഇറക്കി വിടും എല്ലായിടത്തും. എന്താണ് ഉണ്ടാക്കുന്ന കേസ് നിലനിൽക്കും. പിന്നെ മാത്രമല്ല ഇതിന്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. ആ മനുഷ്യന് 71 വയസ്സുള്ള മനുഷ്യനെ രാത്രി അവിടെ നിന്ന് കൊണ്ടിരുന്നു, 24 മണിക്കൂർ കസ്റ്റഡി വെച്ചുകൊണ്ടിരുന്നു. അതെ, അയാളെ പാതിരാത്രിയോടെ കൊണ്ടിരുന്നു. അയാൾക്ക് ഷുഗർ ഒക്കെ വലിയതായിട്ടുള്ളതാണ്. അത് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ച് അറസ്റ്റിന് മുമ്പ് നോട്ടീസ് കൊടുത്തില്ല. പിന്നെ അയാളോട് പറഞ്ഞിരിക്കുക എന്തോ, ഈ പറഞ്ഞ കേസിനെ കുറിച്ചല്ല, എന്തോ വേണം നിങ്ങൾ പറഞ്ഞോളാനാ പറഞ്ഞു. എന്തിനെ കുറിച്ചാണ് ഇതിനകത്ത് ചോദ്യം ഇതേ ഉള്ളൂ. ഇയാളെ എന്തിനാണ് ഇയാൾ എന്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ ഇത്ര നേരം തടവിൽ വെച്ചത്? വൈകുന്നേരം 5 മണിക്ക് അറസ്റ്റ് ചെയ്ത കക്ഷി പിറ്റേ ദിവസം 5 മണിക്ക് കൊണ്ട് ഹാജരാക്കുന്നു, 3 മണിക്കാണ്. എന്നിട്ട് വീണ്ടും കസ്റ്റഡി വേണമെന്ന് പറഞ്ഞിരിക്കും. എന്താണ് ചോദിക്കുന്നത്? എന്റെ ഇതുപോലൊരു കള്ളക്കേസിൽ പോലീസ് 5 ദിവസം കസ്റ്റഡി വിടണം, 3 ദിവസം കസ്റ്റഡി കൊടുത്തു. പകല എന്ന് വെച്ചാൽ പോലീസ് പറഞ്ഞു 9 മണിക്ക് ഇറങ്ങണം, വൈകുന്നേരം 5-ന് 6-ന് വിടണം. ചുമ്മാ അവിടെ ഇരുന്നോണം. ഞാൻ അവിടെ പോയി. അന്നാണ് ഞാൻ ആ ജോമോ മുത്തമ്പരിക്കലിന്റെ പുസ്തകം വായിച്ചു തീർക്കുന്നത്. അവിടെ തന്നെ തന്നാ പോലീസുകാരെ തന്നെ ഇത് വായിച്ചോളാൻ പറഞ്ഞു. കാരണം സൈബർ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ജോമം കൊടുത്തിരുന്നു. അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളായിരുന്നു, വീഡിയോ എടുക്കരുത്. പക്ഷെ ഞാൻ രാവിലെ 3 മണിക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ട് അപ്പൊ എന്നോട് ആ ACP ചോദിക്കും, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ, നിങ്ങളുടെ വീഡിയോ വരുന്നുള്ളൂ? ഞാൻ പറഞ്ഞു അത് വന്നുകൊണ്ടേ ഇരിക്കും, ഇന്നത്തെ എല്ലാ സാധനം ചെയ്തിട്ടുണ്ട്, നമ്മൾ തമ്മിൽ സംഭാഷണം നാളെ വരുമെന്ന് പറഞ്ഞു. അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ലേ. എന്തിനാണ് പിണറായിയെ കണ്ടു പഠിക്കുന്നത്? രമേശ് ചെന്നിത്തല VD നിയമമില്ലാത്തത് നിയമമില്ലെന്ന് പറയണം. എന്ത് ഈ സംഘിപ്പേടിയാണ് പ്രശ്നം? അത് ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ല, അടൂര് 2 MVD-മാരെ സസ്പെൻഡ് ചെയ്തത് ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ്. ഈ 2 AMVI-മാരെ സസ്പെൻഡ് ചെയ്തിട്ട് അവസാനം 2ാമത്തെ ദിവസം തിരിച്ചെടുക്കേണ്ടി നാണക്കേട് ഇതിൽ പരം വേറെ ഉണ്ടോ? അത് മാത്രമല്ല, അവരെ 2 പേരും വീടിന്റെ തൊട്ടടുത്തുള്ള യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റി കൊടുത്തു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റിപ്പോർട്ടർ ചാനലിലേക്ക് കിടക്കാം. അതെ, എനിക്കത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഈ വാർത്ത ആദ്യം ജനങ്ങളുടെ മുമ്പിൽ നമ്മളാണ് കൊടുത്തത്. ഒരു ചെറിയ പെശക് വന്നിരുന്നു. 12% 12 കോടി എന്നാ പറഞ്ഞു, 24 കോടിയാണ് GST അടയ്ക്കാനുള്ളത്. അത് ഞാൻ ഇന്ന് എന്നെ വാർത്ത നൽകിയ അയാളോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു അത് ചെറിയൊരു സാങ്കേതിക പ്രശ്നം പറ്റിയതാണ്, 2 GST വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഈ സാധനം 24 കോടി രൂപ ഇതാ ഞങ്ങൾ മറുനാടനാണ് ആദ്യം കൊണ്ടത്. 3 ദിവസമായി നമ്മൾ 3 അല്ല, ഒരാഴ്ചയോളമായി. അത് കഴിഞ്ഞാണ് മറ്റു പത്രങ്ങളൊക്കെ എടുക്കുന്നത്. ഇന്നാണ് അത് ചർച്ചയാവുന്നത്. പക്ഷെ ഇന്ന് ചർച്ചയാവാൻ കാരണം രണ്ടിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ കൊണ്ടുവന്നത് GST ഡിപ്പാർട്ട്മെന്റ് ആക്ഷനെ കുറിച്ചായിരുന്നു. അതെ, GST ഡിപ്പാർട്ട്മെന്റ് കാഞ്ഞങ്ങാട്. അപ്പൊ ഇന്ന് ഈ കാഞ്ഞങ്ങാട് വന്നു ചോദിച്ചു. അതായത് GST ഇന്റലിജൻസ് വിങ്ങിന് ഏത് യൂണിറ്റിനും കേരളത്തിൽ എവിടെയും കേസെടുക്കാം. അങ്ങനെയാണ് നിയമം. അങ്ങനെയാണ് കാഞ്ഞങ്ങാടുകാർക്കാണ് താല്പര്യം ഉണ്ടായത്. അവരാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തത്. അവർക്കായിരിക്കും വിവരം കിട്ടിയത്. അവർക്കാണ് വിവരം കിട്ടിയത്. ഏത് യൂണിറ്റിനും എവിടെയും ക്ലാസ് എടുക്കാം. അതാണ് GST ഇന്റലിജൻസിന്റെ പ്രത്യേകത. അപ്പം GST ഇന്റലിജൻസിന്റെ മുമ്പിലുള്ള ഒരു പ്രശ്നം, അവരുടെ കിട്ടിയിരിക്കുന്ന, ഞാൻ അന്ന് മുതലേ പറയാൻ നടക്കുന്നുണ്ട്, അവരുടെ കിട്ടിയിരിക്കുന്ന രേഖ അനുസരിച്ച് ആകപ്പാടെ ഈ ട്രാൻസാക്ഷൻ അമേരിക്കയിലെ കമ്പനിയിലേക്ക് നടന്നു തെളിവുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പറയുന്ന 126 കോടി രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് കൊടുത്തു. ഏതാണ്ട് $14.5 മില്യൺ അല്ല, അങ്ങനെ കണ്ടാണ് 126 കോടി രൂപ. ഈ 120 അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. പക്ഷേ ബാക്കി രേഖയൊന്നും അവർക്കില്ല. അപ്പൊ അത് സർക്കാരിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ റെയ്ഡ് നടത്തുന്ന ആവശ്യപ്പെട്ടെങ്കിലും പിണറായി സമ്മതിച്ചില്ല. റിപ്പോർട്ടർ ചാനൽ റെയ്ഡ് നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. അതിങ്ങനെ ഡിലേ ആക്കിയിട്ട് പുതിയ സർക്കാർ വന്നപ്പം എന്ത് ചെയ്തു? അതാണ് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സ്പോർട്സ് യുവജനകാര്യ വകുപ്പ്, കാരണം പ്രശാന്താണല്ലോ ഇരിക്കുന്നത്, പ്രശാന്തിന് അത്യാവശ്യം കലിപ്പുണ്ടല്ലോ, സ്പോർട്സ് യുവജനകാര്യ വകുപ്പ് ഒരു അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണത്തിൽ ഇവർ പറയുന്നു ഇവിടെ ഒരു രേഖയുമില്ല. അതായത്
GST പറഞ്ഞിരിക്കുന്നറിയോ? ഇതിന്റെ GST ഇപ്പൊ ഇവനെ വിളിപ്പിച്ചു വരുത്തി, ഈ ആൻഡോയെ വിളിച്ചു വരുത്തി. അപ്പൊ ഞാൻ ഈ GST ചോദിച്ചു, ആൻഡോയെ വിളിക്കാനായിട്ട് ആൻഡോ അല്ലല്ലോ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ, പവർ ഓഫ് അറ്റോർണി അതുമില്ല. അപ്പൊ എന്നോട് പവർ ഓഫ് അറ്റോർണി അപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങള് വ്യക്തിക്കല്ല നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ റിപ്പോർട്ടർ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കൊടുത്തു. അപ്പൊ പവർ ഓഫ് അറ്റോർണി ആയിട്ട് ആൻഡോ കയറി വന്നു. ആൻഡോ കയറി വന്നിട്ട് ആദ്യം പറഞ്ഞു, എന്നോടൊരു ഓഫീസർ പറഞ്ഞ ആദ്യം ആൻഡോ പറഞ്ഞത്, സതീശനെ വിളിക്കണോ? ഇപ്പൊ വിളിക്കാം. നിങ്ങളോട് ആരാ പറഞ്ഞു ഞങ്ങളുടെ പേരിൽ നോട്ടീസ് വയ്ക്കാൻ? ഇതൊന്നും വേണ്ട, സതീശനോട് ഞാൻ ഇപ്പൊ സംസാരിക്കാം, വേണ്ട വിളിക്കണ്ട എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഈ GST വരട്ടി ഇരിക്കുമായിരുന്നു ഇവര്. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന വാദം എന്താന്ന് വെച്ചാൽ സർക്കാരാണ് ചെയ്തത്, ഞങ്ങൾ സ്പോൺസർ മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പോഴാണ് പ്രശാന്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അവിടെയാണ് രണ്ടാമത്തേത്. സർക്കാരാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാർ ഉത്തരവിറക്കണം, ഇവർക്ക് ടെൻഡർ വിളിച്ചിട്ട് ഇവരെ സ്പോൺസർഷിപ്പ് മേടിക്കണം, സർക്കാർ ഫണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇതൊന്നുമില്ല. അവിടെ ഇവരെ ഏൽപ്പിച്ചതിന് വാർത്തയില്ല, ഫണ്ട് വന്നതിന് തെളിവില്ല, ഉത്തരവിട്ടതിന് തെളിവില്ല. കത്ത് ആകെപ്പാടുള്ള കത്ത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇവന്മാർ കത്തയപ്പിച്ച് കേന്ദ്ര സർക്കാരിനെ ഞങ്ങളിങ്ങനെ കൊണ്ടുവരുവാണെന്ന്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തില? യഥാർത്ഥത്തിൽ എന്താ എന്ന് വെച്ചാൽ ഈ 126 ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ഗൗരവമായിട്ടാണ്. ഈ 126 കോടി രൂപ ഇവന്മാർ മാറ്റി എന്നുള്ള തെളിവുണ്ട്. സർക്കാരിന്റെ ലേബലിലാണ് മാറ്റുന്നത്. അപ്പൊ ഇതിനുണ്ടാകുന്ന കാര്യം ഈ സർക്കാർ സംവിധാനത്തെ മിസ്യൂസ് ചെയ്തു. അതെ, അത് വലിയ ഗുരുതരമായ ചട്ടലംഘനമാണ്. ആ പരിപാടിയായി ബന്ധപ്പെട്ട് ഈ വിജിലൻസ് കേസിനും അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്ഥാനത്തിന് സ്കോപ്പ് ഒന്നുണ്ട്. 126 കോടി രൂപ അനധികൃതമായി വിദേശത്തേക്ക് കടത്തി. ഫെമ നിയമലംഘനം EDയുടെ കേസെടുക്കാം, CBIക്ക് കേസെടുക്കാം, വിദേശത്തേക്കുള്ള. 3, ഈ പറയുന്ന GST മാത്രമല്ല, നിരവധി ആളുകളുടെ പൈസ മേടിച്ചിട്ട് ഇവന്മാർ കൊടുത്തു. ഈ 126 കൊടുക്കാൻ ഇവന്മാർ അതിന്റെ അപ്പുറത്തേക്ക് മേടിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലിനടക്കം സ്വർണ്ണക്കടക്കാരടക്കം അവരോടെല്ലാം നുണ പറഞ്ഞ് ഇവന്മാർ കാശ് മേടിച്ചു. ഇവന്റെ പ്ലാൻ എന്നാണ്? ഇവൻ ഈ 126 കോടി രൂപ അങ്ങോട്ട് കൊടുത്തു, ഇവന് 250 കോടിയെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞു. അവൻ ഇങ്ങോട്ട് അത് വെളുപ്പിച്ച് വേറെ രീതി കൊണ്ടുവരും. അത് വെളുപ്പിച്ച് വേറെ കൊണ്ടു. അല്ല, ഇത് സ്പോൺസേഴ്സിനെ പിടിച്ചിരിക്കുകയാണ്. അടിപൊളി. ഇവൻ ഇതിന്റെ രസം മനോരമ റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കമ്മീഷന്റെ അകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കളമശ്ശേരി ബേസ് ചെയ്ത് ഒരു കള്ള കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കള്ള കമ്പനിയുടെ പേരിലാണ് ഈ ആദ്യം ട്രാൻസാക്ഷൻ രംഗത്തിറങ്ങിയത്. എന്നുവെച്ചാൽ തലങ്ങനം വിലങ്ങനെയും കള്ളത്തരങ്ങൾ മാത്രമാണ്. ഇത് കൊച്ചമ്മണി എന്ന് പറഞ്ഞ ചാനൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തോ ഒരു കറി പൗഡർ എന്ന പരിപാടി. ഇതെല്ലാം ഇവന്മാരുടെ തട്ടിപ്പുകളാണ്. ഇവന്മാർക്ക് ഇല്ലാത്ത ഇടപാടുകളില്ല, ഉഡായിപ്പ് മാത്രം. അതായത് ഇവന്മാർ ബേസിക്കലി തട്ടിപ്പുകാരാണ്. ഈ തട്ടിപ്പ് നടത്താൻ അവന്മാർക്ക് പെട്ടെന്നൊരു ബുദ്ധി ഉണ്ടായി. അല്ലല്ല, ഒരു ചാനൽ വാങ്ങുക. അതാണ് ഏറ്റവും എളുപ്പം. ചാനൽ വാങ്ങിക്കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ പത്രക്കാരുടെ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ എനിക്ക് ഈ വിവാദത്തിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ടിൽ മരമുറി കേസ് എടുക്കുക, അതിന് മുമ്പ് നമ്മൾ മാംഗോ ഫോൺ വിവാദം എടുക്കുക. മാംഗോ ഫോൺ, അത് കഴിഞ്ഞ് ഗോകുലം ഗോപാലിനെ പറ്റിച്ചത്. അല്ല, മാംഗോ ഫോൺ എടുക്കുക. മാംഗോ ഫോൺ നമ്മൾ മാത്രം വാർത്ത കൊടുത്തു. അത് അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആദ്യകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൽ. അന്ന് ഈ വാർത്ത ഉണ്ടാകുമ്പോൾ ഒരു പത്രവും വാർത്ത കൊടുക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഇവന്മാരെന്നാ കൊടുക്കാത്ത? പൈസ കൊടുത്തു. എല്ലാ പത്രത്തിനും 1-ാം പേജ് പരസ്യം കൊടുത്തു. പക്ഷെ പിന്നീട് പറ്റിച്ചോട്ടെ, ആ കാശ് കിട്ടിയില്ല. അന്ന് അവന്മാര് സച്ചിൻ ടെണ്ടുൽക്കറും അമിതാഭ് ബച്ചനും ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞു. അവരെന്തോ അറിഞ്ഞിട്ടില്ല. ഇവിടെ മലയാളത്തിൽ ഒരു പത്രത്തിൽ പരസ്യം 1-ാം പേജിൽ പരസ്യം വന്നിട്ട് അവരറിഞ്ഞിട്ടില്ല. അന്ന് നമ്മുടെ വാർത്തയെ തുടർന്നാണ് ഈ കനറ ബാങ്കുകാരെ ഇവന്മാരെ കണ്ടുപിടിക്കുന്നത്. കനറ ബാങ്കിനെ പറ്റിച്ചിട്ട് വാറണ്ട് കിടക്കുക. ഇവന്മാരെവിടാന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇവന്മാരെന്ത് ചെയ്ത് നമ്മളോട് വായിച്ചു തീർക്കാൻ വേണ്ടി ഇവന്മാർ ആദ്യം ചെയ്യുന്ന ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങുക. അന്ന് നമുക്ക് ഓൺലൈൻ പോർട്ടലാണോ എന്തോ റെഡ് അങ്ങനെ എന്തോ പേര് പറഞ്ഞൊരു സാധനം തുടങ്ങും. ഈ ഓൺലൈൻ പോർട്ടലിന്റെ ഉദ്ഘാടനത്തിന് ഇവന്മാർ വിളിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. അല്ലല്ല, സോറി, അത് പിണറായിയുടെ കാലത്താണ്. ഇവന്മാർ അന്ന് ഈ മാംഗോ ഫോണിന്റെ ഉദ്ഘാടനത്തിന് രമേശ് ചെന്നിത്തല വിളിക്കും. നമ്മളങ്ങനെ നിരന്തരം വാർത്ത കൊടുത്തോണ്ടിരിക്കുക. ഇത് തട്ടിപ്പാത്തിട്ട് ഇവന്മാർ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ റിലയൻസിലും കണ്ടായിരുന്നു. അവിടെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കാനറ ബാങ്ക് പോലീസിനും കൂട്ടി ഒരുത്തിനെ പൊക്കിക്കൊണ്ട് പോയി, ആൻഡോയെ പൊക്കിക്കൊണ്ട് പോയി. അതാണ് ആദ്യത്തേത്. ആൻഡോയെ കൊണ്ട് ജയിലിലിട്ടു. ആലോചിച്ചേക്ക, ആദ്യത്തെ തട്ടിപ്പാണ്. കാനറ ബാങ്കിൽ ലോൺ എടുത്ത് പറ്റിച്ചിട്ട് നടക്കുമായിരുന്നു. എവിടെയാണെന്ന് അറിയത്തില്ല, വാറണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് കാനറ ബാങ്ക് അറിയുന്നത് ഇത് ഉമാർ ഇന്ന ഹോട്ടലിൽ ഉദ്ഘാടനത്തിന് വരുന്നത്, അവർ പൊക്കിക്കൊണ്ടുപോയി. ഇതാണ് ആദ്യത്തെ സംഭവം. എന്റെ ചോദ്യം, അത് കഴിഞ്ഞ് മുട്ടിൽ മരമുറി കേസ് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അന്ന് ഉമാർക്ക് റിപ്പോർട്ടർ ചാനലില്ല. ഈ മുട്ടിൽ മരമുറി കേസ് കൊണ്ടുവരുന്നത് മനോരമയാണ്, ജയൻ മേനോനാണ് കൊണ്ടുവരുന്നത്. നിരന്തരം വാർത്തകൾ കൊണ്ടുവന്നു, അമർ ജയിലിലായി. പക്ഷേ അതിനുശേഷം ഉമാർ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയതിനു ശേഷം മനോരമ പോലും യുവമാരുടെ പേര് പറയാൻ മടി കാണിച്ചിരുന്ന കാലമാണ്. അതൊരു മാധ്യമ ധർമ്മം അല്ലെ, ഒരു ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗം. പക്ഷേ അത് വീണ്ടും ഇതാ
ഇന്ന് മാറുന്നു. ഇന്ന് റിപ്പോർട്ട് അതിന്റെ കാരണം എന്തുമാർ ഇടക്കാലത്ത് ചാനലുകൾക്ക് പത്രങ്ങൾക്കെതിരെ കേസിന് പോയില്ലേ? പോയി. പത്രങ്ങൾക്കെതിരെ കേസിന് പോയെന്ന് മാത്രമല്ല, ഇന്നവർ എനിക്കെതിരെ വാർത്ത അടിക്കാൻ സാധ്യതയുണ്ട്, അത് തടയണം. അതായത് ഭാവിയിൽ എനിക്കെതിരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത, അത് ഇപ്പോഴേ തടയണം എന്ന് പറഞ്ഞാൽ പ്രതിരോധ കുത്തിവയ്പ്പ. അല്ല, ഇതോടുകൂടി അതായത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഒരു അടിമുടി തട്ടിപ്പുകാരായ ഒരു ആൾക്കാർ അവർ ഈ സമൂഹത്തിൽ വലിയ മാന്യന്മാരായിട്ട് വരുന്നതാണ്. അത് ഒരു ചാനൽ മേടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം വന്നിരുന്ന് അദ്ദേഹം കയറി വരുന്നത് കണ്ടുണ്ടോ, വന്ന് വലിയ സ്ലോ മോഷനിൽ വരുന്നു, വന്നിരിക്കുന്നു, പിന്നെ അദ്ദേഹം കാണിക്കുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ട്, സൈഡിൽ കൂടെ വരുന്നത്. ഞാൻ ഇത് മാത്രമേ പുള്ളിയുടെ റീൽസിലാണ് വരുന്നത്. റീൽസിൽ ഇദ്ദേഹം വരുന്നു, ഈ വലിയൊരു വെൽഫെയർ വണ്ടി വരുന്നു, ഡോറൊക്കെ ആരോ തുറക്കുന്നു, പുള്ളി ഇറങ്ങി വരുന്നു, BGM ഇട്ട് കയറി പോകുന്നു. എല്ലായിടത്തും ഈ അബ്ദുറഹ്മാനൊക്കെ പുള്ളിയുടെ പറയും പിച്ചച്ചട്ടി കൊണ്ട് നടക്കുന്ന പോലെ നടക്കുന്ന കണ്ടിട്ടില്ല. കൊച്ചി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവുമാര് നടത്തിയായിരുന്നല്ലോ, അതും കേസ് വരും. അല്ല, ആ സമയത്ത് ഇവന്റെ റീൽസ് ഞാൻ കണ്ടു. ഇവന്റെ പിറകെ പോലീസ് കമ്മീഷണർ, മറ്റേ ചട്ടിത്തൊപ്പി വെച്ച സിറ്റി പോലീസ് കമ്മീഷണർ ഇവന്റെ പറയുന്ന എന്തൊരു അവസ്ഥ. ഞാൻ പറഞ്ഞേ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം ഒരു ടെൻഡറും ഒന്നുമില്ലാതെ തട്ടിപ്പ് പറഞ്ഞ് അവരുടെ കൈമാറി. മെസ്സിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. മെസ്സി കേരളത്തിൽ വരാതെ ഇനി ഒരിടത്തും കളിക്കത്തില്ലെന്നാണ്. അത് കഴിഞ്ഞ് മെസ്സി എന്തല്ല, മെസ്സി രണ്ട് സ്റ്റേറ്റിൽ വന്നു, ഇവിടെ കൊൽക്കത്തയിലും മറ്റേ ഗുജറാത്തിലും ഹൈദരാബാദിലും കൊൽക്കത്തയിലും. അതായത് ഇവന്മാരെന്താ ചെയ്യുന്നത്, ഇതിനകത്ത് ഇപ്പൊ പുറത്തു വരുന്ന അന്വേഷണ റിപ്പോർട്ട്, പ്രശാന്ത് IAS എഴുതിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മെസ്സി അറിഞ്ഞിട്ടില്ല, അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അറിഞ്ഞിട്ടില്ല, ഫിഫ അറിഞ്ഞിട്ടില്ല, ഒരു കമ്പനി അവിടേക്ക് പോയിട്ടില്ല. ഇവന്മാർ പോയത് സ്പെയിനിലാ. അവിടെ അബ്ദുറഹ്മാനെ കൊണ്ട് ഒരാഴ്ച താമസിപ്പിച്ചു. എന്നിട്ട് മെസ്സി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഇമാരോട് പിരിവ് നടത്തി. ഇത് തന്നെയായിരുന്നു മാംഗോ ഫണ്ട് തട്ടിപ്പ്. എന്താണെന്നറിയോ, മാംഗോ ഫണ്ട് തട്ടിപ്പ് ഞാനത് ഫുൾ പുറകെ നടന്ന ആളാണ്. മാംഗോ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ചൈനയിൽ പോയി കുറെ ഫോൺ അടിക്കുന്നു, മാംഗോ ഫോൺ. നമ്മൾ ആരിപ്പം വിശാഖ അടിച്ചത് വിശാഖൻ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ കൊടുത്തമാര് ചെയ്തു തരും. നമുക്കിവിടെ നല്ല പണി അറിയാവുന്ന ഒരു തരം ഡിസൈൻ ചെയ്യിപ്പിക്കുക, ഒരു 1-2 ലക്ഷം കൊടുത്ത് ഡിസൈൻ ചെയ്ത് ആപ്പിൾ പോലെ മാംഗോ. എന്നിട്ട് ഇവൻ കൊണ്ടുപോയി അതിനെ കുറച്ച് 1000 സാധനം കണ്ട് അടിച്ചോണ്ട് വരുന്നു ഫോൺ. എന്നിട്ട് ഇവൻ എല്ലാവരും പറഞ്ഞു, ചൈനയിൽ ഞങ്ങൾക്ക് ഫാക്ടറി, കൊറിയ ഞങ്ങൾക്ക് റിസർച്ച് സെന്റർ, ആപ്പിളിനെയും സാംസങ്ങിനെയും തോൽപ്പിക്കുന്ന ടെക്നോളജി, വിലക്കുറവാണ്. എന്നിട്ട് എന്നെ ചെയ്തെന്നറിയോ, ഫ്രാഞ്ചൈസി ആളുകൾ കാശ് മേടിക്കും. മഞ്ഞളാങ്കുലിയാലി. ഞാനിത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു രഹസ്യം പങ്കുവയ്ക്കാം. നേരത്തെ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ മഞ്ഞളാംകുടി അലി പഴയ മന്ത്രിയാണ്, ഇപ്പൊ MLA ആണെന്ന് തോന്നുന്നു, ഇപ്പോഴും MLA ആണ്. ഈ മഞ്ഞളാംകുടി അലിയെ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടാണ് പരിചയപ്പെടുന്നത്. ഈ മാംഗോ ഫോണിന് തട്ടിപ്പിൽ 18 കോടി രൂപ നഷ്ടപ്പെട്ട ഒരാളാണ് മഞ്ഞളാംകുടി അലി. ഈ 18 കോടി നഷ്ടപ്പെട്ടിട്ട് മഞ്ഞളാംകുടി അലി എന്നോട്, അതിനകത്ത് ഭയങ്കര രസമാക്കഥ. ഈ മഞ്ഞളാംകുടി അലി 18 കോടി കൊടുത്ത് ഗൾഫിലെ ഫ്രാഞ്ചൈസി എടുക്കും. അതെ. അപ്പോൾ ഇന്ത്യയിലെ ഫ്രാഞ്ചൈസി മറ്റൊരു കക്ഷിക്കാണ്, തൃശ്ശൂരുള്ള കക്ഷിക്കാണ്. അവർക്കും 18 കോടിയാണ്. അപ്പൊ പിന്നീട് ഇവർക്ക് പിടികിട്ടിയത് തട്ടിപ്പാണ്. അപ്പൊ മഞ്ഞളാംകുടിയിലേക്ക് ഗൾഫിൽ കണക്ഷനുള്ള കാരണം അയാൾ അവിടെ കേസ് കൊടുത്തിട്ട് ഇവനെ പിടിച്ചകത്തിട്ടു. ആര്? ആന്റോയുടെ ചേട്ടനെ റോജിയെ പിടിച്ചകത്തിട്ടു. അന്ന് ഈ മറ്റേ ആളുണ്ടല്ലോ, ഇന്ത്യയിൽ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന ആൾ വന്ന് എഴുതി കൊടുത്തു, നിങ്ങളുടെ ബാധ്യതയും കൂടെ ഞാൻ ഏറ്റോളാണ്. അങ്ങനെ കേസ് പിൻവലിച്ച് ജയിലിൽ നിർത്തും. അവസാനം സംഭവിച്ചതെന്നറിയാവോ, ഈ രണ്ടും നടന്നില്ലല്ലോ. അയാളുടെ ഈ പറഞ്ഞ മറ്റേ കക്ഷി, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു തങ്ങള, അയാൾക്കും കാശ് പോയി, ഇയാളെയും കാശ്. എന്നിട്ട് മഞ്ഞളാംകുടി എന്നോട് പറഞ്ഞ ഡയലോഗുണ്ട്, എൻ്റെ ഷാജൻ, എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ കഴിഞ്ഞ കുറേ കാലമായി, എൻ്റെ നിരാശ ഒരു 10-15 കൊല്ലമായിട്ട് എൻ്റെ നിരാശ, ഞാൻ MLA ആയി, മന്ത്രിയായി, പൊതുപ്രവർത്തകനാണ്, എന്നിട്ട് എന്നെ പറ്റിച്ചല്ലോ എന്നൊരു വിഷമായിരുന്നു. ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, കാരണം ഒരു സർക്കാരിനെ തന്നെ പറ്റിച്ചിരിക്കുകയാണ്. ഒരു സർക്കാരിനെ പറ്റിച്ചിരിക്കുന്നു. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ മോഹൻലാലിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പിന്നെ മമ്മൂട്ടി വരുന്നുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിനകത്ത് ജഗതി വന്നവർ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഈ മോഹൻലാൽ വന്നതിന് ശേഷം 20-ാം നൂറ്റാണ്ടിലെയും രാജാവിൻ്റെ മേലെയും രംഗങ്ങൾ നിങ്ങളെ അഭിനയിച്ച് കാണിക്കും എന്ന് പറഞ്ഞാൽ ഇവന്മാർ മെസ്സിയെ കൊണ്ടുവരുമെന്ന് മാത്രമല്ല പറഞ്ഞത്, ഇവിടെ കൊണ്ടുവന്ന് എറണാകുളത്ത് നമ്മുടെ ടീമുമായിട്ട് പന്ത് കെട്ടിക്കുമെന്ന് പറഞ്ഞു. മെസ്സി ഇത് കറക്റ്റ് ഈ കോട്ടയം കുഞ്ഞച്ച സീനുമായിട്ട് വളരെ സാമ്യമാണ് ഈ സംഭവം. അടിമുടി തട്ടിപ്പ് മാത്രം ചിന്തിക്കുന്ന ആൾക്കാര് ഒരു ചാനൽ എടുത്തിട്ട് ആ തട്ടിപ്പ് നടന്ന് വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു. അല്ലെ, എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇവന്മാരെ പൂട്ടാൻ പറ്റുന്നില്ല എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവായി വരും. കാരണം ഇപ്പം ഈ EDയുടെ കേസ് വരാം, CBIയുടെ കേസ് വരാം,
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരാം, വിജിലൻസ് കേസ് വരാം, എല്ലാം വരാം. എല്ലാ കേസിനകത്ത് വരുവാണ്. കാരണം അത്ര വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവന്മാർ വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും. അല്ല, മാത്രമല്ല ഈ മഞ്ചലാംകുടി അടക്കമുള്ളവരുടെ കേസ് ഇപ്പൊ സിവിൽ കേസായിട്ട് നിൽക്കുക. അതെല്ലാം ക്രിമിനൽ കേസാണ്. വഞ്ചനയുണ്ടല്ലോ, വഞ്ചനയുണ്ട്. അതെല്ലാം ഈ ഇൻറോയൽ ഫർണിച്ചറുകാരനെ പറ്റി നമ്മൾ വാർത്ത, ഇൻറോയൽ ഫർണിച്ചറുകാരൻ അവസാന നിമിഷം തലമാരി രക്ഷപ്പെട്ടു പോകുന്നു. കാരണം അവന് തട്ടി മറുനാടൻ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നോട് ഇൻറോയലിന്റെ CEO പറഞ്ഞത് നിങ്ങളുടെ പത്രം വായിക്കുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാന്ന് പറഞ്ഞു. കാരണം അവിടെ പോയി ഇതിനകത്തെല്ലാം ഗോകുലം ഗോപാലൻ കൊണ്ട് തല വെച്ച് കൊടുക്കും. ഇപ്പോഴും പെട്ടുകിടക്കാണ് ഗോകുലം ഗോപാലൻ ചാനലിലടക്കം പെട്ടുകിടക്കാം. ഈ ഗോകുലം ഗോപാലൻ ഒരിക്കൽ എന്നെ വിളിച്ചു, നിങ്ങൾക്ക് ആന്റോയെ കുറിച്ച് മറ്റുള്ളവരെയൊക്കെ വിട് ഷാജൻ, അവരെ കുറിച്ച് എനിക്കറിയാം, പക്ഷെ ആന്റോ തങ്കപ്പെട്ടവൻ. ഞാൻ പറഞ്ഞു, ഗോപാലേട്ടാ ആന്റോയുടെ അടുത്ത് പോയി കുനിഞ്ഞു നിൽക്കുന്നത് സൂക്ഷിക്കണം. കാരണം വെച്ചാൽ എനിക്കറിയാമല്ലോ, അയ്യോ അങ്ങനല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ പറഞ്ഞു ഗോപാലേട്ടൻ അനുഭവിക്കാൻ പോവാ. ഇപ്പം ഈ വയസ്സാം കാലത്ത് ഗോകുലം ഗോപാലൻ അനുഭവിക്കാൻ പോകുന്നത് ഇവന്മാര് വഴിയാണ്. കാരണം എന്ന് വെച്ചാൽ അടിമുടി തട്ടിപ്പാണ്. തട്ടിപ്പല്ലാതെ ചെയ്ത് ഈ ഇൻറോയലിന്റെ കണ്ടില്ല, അവിടെ പോയി ഗോകുലം ഗോപാലിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അവിടെ പോയി കച്ചവടം നടത്തി എന്നാൽ അവരെ പറ്റിക്കാൻ നോക്കി അമ്മ രക്ഷപ്പെട്ടു പോകുന്നു. അവർ അവസാനം ഗോകുലം ഗോപാലിന് കാശ് കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മാനേജരും എടുക്കാനായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ എന്നിട്ട് ഇവന്മാർ ആവുന്ന പണി 56. അയ്യോ എന്തെല്ലാം തട്ടിപ്പ്, അടിമുടി തട്ടിപ്പ്, ജീവിതത്തിൽ തട്ടിപ്പ്. അല്ല, അങ്ങനെ ഉള്ള ഒരു ബ്രദേഴ്സിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം കൈ കിട്ടിയാൽ അവന്മാർ എന്തായിരിക്കും ഇരട്ടി വിനാശകാരികളായി. അതാണ് അനുഭവത്തിന്റെ തുല്യമാണ്. അതുകൊണ്ടാണല്ലോ നിരപരാധികൾക്കെതിരെ കേസ് എടുക്കുന്നു, വാർത്ത പറയുന്നു, എല്ലാം വ്യാജ വാർത്തകളാണ്. പറഞ്ഞ പാവം പിടിച്ച ഡിവൈഎസ്പി അല്ല, എല്ലാം ഇവന്മാരുടെ എല്ലാ വാർത്തകളും തട്ടിപ്പാണ്. ഇവര് ബ്രേക്ക് ചെയ്യുന്ന ഒരു വാർത്ത ആരും പിടിക്കാറില്ല, ആരും പിടിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കള്ളത്തരമാണെന്നുള്ളത് ആ കൊട്ടേഷനാണ്. ഇവന്മാർ ഇതിന്റെ മറവിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കള്ള കമ്പനികളുണ്ടെങ്കിൽ ഒരുപാട് തട്ടിപ്പ്. ഇതെല്ലാം ബിനാമി ഇടപാടുകളാണ്. അതായത് ഒന്ന് ഇവന്മാരുടെ അല്ല, പല ആളുകൾ ഇവന്മാരുടെ ബന്ധം. ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ ബിനാമിയാണ്. അതായത് ഇവന്മാരുടെ എല്ലാം മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, വൈസ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവർക്ക് ഡയറക്ട് ബോർഡിലോ ഇവരുടെ ഡയറക്ട് ബോർഡ് ഇല്ല. വേറൊരാളാണ്, ഒരു മെൽവിൻ ജോസ് ആണ് അടിസ്ഥാന, വേറൊരാളോടുണ്ട്. ഇതെല്ലാം ഇവന്മാരുടെ ആരോ ബന്ധുക്കളോ സ്വന്തക്കാരാണ് കംപ്ലീറ്റ്. എന്ന് മാത്രമല്ല ചാനലിന്റെ ഉടമസ്ഥാവകാശത്തിന് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് മറ്റേ മാറിയിട്ടില്ല. നികേഷ് കുമാറിന്റെ പേര് കിടക്കുവാണ്. മുഴുവൻ തട്ടിപ്പ്. എന്തായാലും ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് സാമ്രാജ്യം. നമ്മളാണ് ശ്രമം തുടങ്ങിയെങ്കിലും ഇപ്പൊ മൊത്തത്തിൽ എല്ലാവരും നമ്മൾ കഷ്ടപ്പെട്ട് എന്തോരം പരാതി. ഇപ്പം റിപ്പോർട്ടർ ചാനൽ ഏതോ ഒരു ഇന്റർവ്യൂ ആൾ പറഞ്ഞു, ഞാൻ അവനെതിരെ കേസ് കൊടുക്കത്തില്ലെന്ന്. ഇതിനോടകം റിപ്പോർട്ടർ ചാനല് പലതരത്തിൽ നമുക്കെതിരെ 25 കേസ് കൊടുത്തിട്ടുണ്ട്, പല കോടതികളിൽ. അല്ല, പലതും നിൽക്കുക, പല കോടതികൾ. ഏറ്റവും അടുത്ത കാലത്ത് വന്നിട്ട് കേസ് എന്ന് പറയുന്നത് റിപ്പോർട്ടറിനെതിരെ കൊടുത്തിരിക്കുന്ന വാർത്തകളെല്ലാം വിഡ്രോ ചെയ്യണമെന്നൊരു കേസ് കൊടുക്കും. എല്ലാ കേസുകളും, അതായത് നിരന്തരം നമ്മുടെ പിന്നാലെ നടക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാറില്ല. കാരണം സത്യം പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. റിപ്പോർട്ടറാണ് കേരളത്തിന് ഏറ്റവും വലിയ നാശം. ഈ അരുൺകുമാറിനെ പോലെ അത്യാവശ്യം വിവരമുണ്ട്, ഇടക്കിടയ്ക്ക് വിവരക്കേട് പറയുമെങ്കിലും അത്യാവശ്യം അയാൾ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നതോടെ അയാളുടെ സത്യസന്ധത ഇല്ലെന്ന് മനസ്സിലാക്കി. കാരണം പണത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അയാളുടെ വിശ്വാസം പൂർണ്ണമായും പോയി. കാരണം അത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എത്ര നിരപരാധികൾക്കെതിരെയാണ് വാർത്ത കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വിനു ജോബിനോട് പറഞ്ഞത് കണ്ടില്ലായിരുന്നു. അതെ, വിനു ജോബിന്റെ അടുത്ത് ചെന്ന് ഒരു പ്ലാൻ ഇതുണ്ടാക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ഇവർ വെറുതെ വാർത്ത ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഈ തിരുവനന്തപുരത്തൊക്കെ സ്പെഷ്യൽ കറസ്പോണ്ട് SIT തലവനൊക്കെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു. അല്ല, എന്തായാലും കേരളത്തിന്റെ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ അന്യായം കാണിച്ചുകൊണ്ടിരുന്ന റിപ്പോർട്ടർ ചാനലിനെ ഇപ്പോൾ അവരൊരു റിയൽ കുഴപ്പത്തിലേക്ക് വന്നിരിക്കുന്നു. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ അവർക്കെതിരെ ഒരു കൃത്യമായ നിലപാടെടുക്കുന്നു. അവരെ പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ ശവപ്പെട്ട് റെഡിയാണ്, ചത്തു വീണു, ഇനി ശവടക്ക് മാത്രമേ. ഇത് കുഞ്ഞുകളി കളിയല്ല, ഇത് കുഞ്ഞുകളി അല്ല. ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് മറ്റ് കേസുകൾ വരും. ഞാൻ പറഞ്ഞ മഞ്ഞളാംകുഴി അടക്കമുള്ള, അതുപോലെ മാംഗോ ഫണ്ട്, ഇതിനു മുമ്പ് ഇവർ നടത്തി സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതെല്ലാം വരും. ഇവരെ സംരക്ഷിക്കുന്ന ആളിൽ ഇപ്പം കിറ്റക് സാബുവും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ കേസ് കൊടുത്തിട്ട്, പക്ഷേ അവരൊക്കെ ചെയ്യാനാണ് ഇത് ED വഴി കേസ്. അടൂർ പ്രകാശ് പറഞ്ഞായിരുന്നല്ലോ, റിപ്പോർട്ടർ ചാനലിൽ ഞങ്ങൾ ഇപ്പൊ ആ ലെവലിലേക്ക് വന്നു. ചുമ്മാതെ അടൂർ പ്രകാശ് അന്ന് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഉമ്മാരെ നിലവിളിച്ചു. അടൂർ പ്രകാശിന്റെ പുറകെ നടന്ന് അങ്ങേരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനലിന്റെ ശവപ്പെട്ടി നേരത്തെ റെഡിയായിരുന്നു. അതെ, ഇപ്പം ശവവും റെഡിയായി. ഇനി അന്ന് കുഴി വെട്ടിക്കൊണ്ടിരിക്കുക, ഒന്ന് അടക്കിയാൽ മാത്രം മതി അവസരയിലേക്ക്. വളരെ കേരളം ഏറ്റവും അധികം സന്തോഷിക്കാൻ പോകുന്നത് റിപ്പോർട്ടർ ചാനൽ ശവോടക്ക് പൂർത്തിയാകുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ സുദിനത്തിന് വേണ്ടി. നന്ദി, നമസ്കാരം.